എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായാണ് ഈ അധ്യായത്തിൽ വന്നിരിക്കുന്നത്. വിഷയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മറ്റൊരു വ്യക്തിയുടെ സന്തോഷം നിങ്ങളുടേത് എന്നതിന് അനിവാര്യമായ ഒരു അവസ്ഥയാണ് പ്രേമം. യഥാർത്ഥ സ്നേഹത്തിന് ഒരിക്കലും സമയമോ പ്രത്യേക സ്ഥലമോ ഇതൊന്നും ഇല്ല എന്നും ഹൃദയമിടിപ്പിൽ ഒരു മിന്നുന്ന നിമിഷം മതിയെന്നും ഒക്കെ പറയുമെങ്കിലും സത്യം അതല്ല. ഇത് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആർക്കും ഒറ്റ നോട്ടത്തിൽ പ്രേമമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, അല്ലേ? ഒറ്റ നോട്ടത്തിൽ ഉണ്ടാകുന്നത് പ്രേമമായിരിക്കില്ല. പിന്നെയോ അത് തീർച്ചയായും കാമമായിരിക്കും. പ്രത്യേകിച്ച് ഇത് ഉണ്ടാവുന്നത് പുരുഷന്മാർക്കായിരിക്കും. സ്ത്രീകൾക്ക് ഇത് ഉണ്ടാവില്ല എന്നല്ല, കൂടുതലും പുരുഷന്മാർക്കാണ്. ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, എനിക്ക് ഭയങ്കരമായ ഇഷ്ടമാണ് അവളോട്, അവളില്ലാതെ എനിക്ക് പറ്റില്ല, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയി. എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. മനസ്സുകൊണ്ടാണോ ഇഷ്ടപ്പെടുന്നത്? എങ്കിൽ പല്ലൽപ്പം ഉന്തിയതും കറുത്തുമിരിക്കുന്ന ഒരു പാവം വീട്ടിലെ കുട്ടിയോട് ഇവനൊക്കെ എന്താ മനസ്സിൽ നിന്ന് പ്രേമം വരാത്തത്? ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പോൾ കാര്യം ഇതൊന്നുമല്ല. എന്താണ് കാര്യം എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ദിവ്യമായതും പരിശുദ്ധമായതുമായ പ്രേമം ഇന്നത്തെ കാലത്ത് ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം കാലം അതാണ്. എല്ലാവർക്കും സ്വന്തം കാര്യം, സ്വന്തം സുഖം, അത് മാത്രമേ ഉള്ളൂ. അവസാനം വിഷമിക്കുന്നതോ നിഷ്കളങ്കരായ മനസ്സ് ശുദ്ധമുള്ള ആളുകളായിരിക്കും. നഷ്ടമാകാൻ അവർക്ക് മാത്രമേ ഉണ്ടാകൂ. അതുപോലെ സ്നേഹം എന്നതിനെ വെറുക്കുന്നതും പിന്നെ അവർ തന്നെയായിരിക്കും. പ്രേമത്തിൻ്റെ പേരിൽ സ്വന്തം മനസ്സിനെയും സ്വന്തം അമൂല്യമായ ഈ ജന്മത്തിനെയും പാഴാക്കി കളയരുത്. ഇത് മാത്രമേ വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളൂ. ശരി, ഇനി വിഷയത്തിലേക്ക് വരാം. പ്രേമിക്കുന്ന വ്യക്തി തന്നെ സത്യസന്ധമായി പ്രേമിക്കുന്നുണ്ടോ എന്നറിയാനായി യഥാർത്ഥമായ 5 വഴി ഞാൻ ഇനി പറഞ്ഞു തരാം. ഇതിൽ 5-ൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ പ്രണയിതാവിന് ഉണ്ടോ എന്ന് നോക്കുക. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് നിർത്തിക്കൊണ്ട് ദൂരെ നിന്ന് നോക്കുക. ചതിക്കപ്പെട്ടാലും പിന്നീട് നിങ്ങൾക്ക് കഷ്ടമോ അതുപോലെ വിഷമമോ വരില്ല. എന്തൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നിങ്ങൾക്ക് തന്നെ ഇത് സ്വയം മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഒരു കള്ളൻ രാത്രി പതുങ്ങി ഗേറ്റ് ശബ്ദമുണ്ടാക്കാതെ തുറന്ന് ഉള്ളിലേക്ക് കയറി. അപ്പോൾ കണ്ടത് ഒരു പട്ടി അവിടെ നിൽക്കുന്നു. പക്ഷേ ഈ കള്ളനെ കണ്ടിട്ട് പട്ടി കുരയ്ക്കുന്നില്ല. ആ കള്ളൻ ആകെ പരിഭ്രാന്തനായി. ഈ പട്ടി എന്തേ കുരയ്ക്കാത്തത് എന്ന് ഓർത്തിട്ടല്ല, ആ പട്ടി താൻ അകത്ത് കയറി മോഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ കുരച്ച് ആളുകളെ കൂട്ടുമോ എന്നായിരുന്നു ആ കള്ളൻ്റെ ഭയം. ആ കള്ളൻ പട്ടിക്ക് സ്നേഹത്തോടെ കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ആ പട്ടി കുരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആ കള്ളൻ പട്ടിയോട് ചോദിച്ചു, എന്താടാ നീ ഇത്രയും നേരം കുരച്ചില്ല? ഞാൻ നിനക്ക് ബിസ്ക്കറ്റ് ഇട്ട് തന്നപ്പോൾ കുരയ്ക്കാൻ തുടങ്ങി, എന്താ ഇങ്ങനെ? അപ്പോൾ ആ നായ പറഞ്ഞു, നീ ഇവിടെ കയറി വന്നു, പക്ഷേ ഏതെങ്കിലും നല്ല കാര്യത്തിനാണോ അതോ മോശം കാര്യത്തിനാണോ എന്നെനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ നീ എനിക്ക് ബിസ്ക്കറ്റ് ഫ്രീ ആയി തന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി നീ എന്തോ കള്ളത്തരം കാണിക്കാനാണ് ഉള്ളിൽ വന്നതെന്ന്. അല്ലാതെ നീ എനിക്ക് എന്തിനാ ബിസ്ക്കറ്റ് ഫ്രീ ആയി തന്നത്? ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? അതായത് കള്ളസ്നേഹം കാണിക്കുന്നവർ അനേകം പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും തരും. അതിൽ വീണു പോകാതെ നോക്കണം. ഇക്കാര്യം നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രേമിച്ചിട്ടില്ലാത്തവർ വളരെ ചുരുക്കമാണ്. അതുപോലെ പ്രേമിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രധാന സംശയമാണ് തൻ്റെ പ്രണയിതാവിന് തന്നോട് സത്യസന്ധമായ പ്രേമമാണോ അതോ പ്രേമിക്കുന്നു എന്ന് കാണിക്കുകയാണോ എന്ന്. ഇത് മനസ്സിലാക്കാൻ ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കള്ളം കാണിക്കുന്നവരുടെ ഒന്നാമത്തെ ലക്ഷണം ഇതാണ്:
ഇവർക്ക് ഭാവിയെപ്പറ്റി യാതൊരു പ്ലാനിങ്ങും ഉണ്ടാകില്ല. അതെ, ഫ്യൂച്ചർ പ്ലാനിങ് ഇവർക്ക് ഉണ്ടാകില്ല. ഇവർക്ക് അവരെ പറ്റിയോ നിങ്ങളെപ്പറ്റിയോ നിങ്ങളുടെ ബന്ധത്തെപ്പറ്റിയോ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങും ഉണ്ടായിരിക്കില്ല. എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾ ഈ കാര്യം ചോദിച്ചാലും എല്ലാവരും പറയുന്ന ഡയലോഗായിരിക്കും ഇവരും പറയുക. നമ്മുടെ കാസ്റ്റ് വേറെയാണ്, വീട്ടിൽ സമ്മതിക്കുമോ എന്തോ, എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമാണ്, നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. ഇത് കള്ളസ്നേഹം കാണിക്കുന്നവരുടെ ഒരു പ്രധാന ലക്ഷണമായിരിക്കും. അടുത്തത്, കള്ളസ്നേഹം കാണിക്കുന്ന വ്യക്തികൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരിക്കില്ല. അതായത് ഒരു ശരിയായ ധാരണ ഉണ്ടായിരിക്കില്ല. ഇവർ ദിവസം മുഴുവനും നിങ്ങളുടെ തെറ്റുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് നിങ്ങളുടെ കരിയറിനെ പറ്റിയോ നിങ്ങളുടെ പ്രോബ്ലംസിനെ പറ്റിയോ അതുപോലെ നിങ്ങളുടെ ജീവിതത്തെ പറ്റിയോ യാതൊരു ചിന്തയും ഉണ്ടായിരിക്കില്ല. അവർ എപ്പോഴും അവരുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ. നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള വ്യക്തികൾ എല്ലാ കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കും. അടുത്തത്, കള്ളസ്നേഹം കാണിക്കുന്നവർ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇവർ ഏറ്റവും കൂടുതൽ നിങ്ങളോട് സംസാരിക്കുന്നത് സെക്ഷൽ റിലേഷനെ പറ്റിയായിരിക്കും. ഒരു കാര്യം ചിന്തിക്കുക, യഥാർത്ഥമായി നിങ്ങളോട് സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ പറ്റി സംസാരിക്കും, നിങ്ങളുടെ കരിയറിനെ പറ്റി സംസാരിക്കും. എന്നാൽ ഒരു കള്ളസ്നേഹം കാണിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കില്ല. അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരു കാര്യം മാത്രം മതി, അതാണ് സെക്ഷൽ റിലേഷൻഷിപ്പ്. നാലാമത്തെ കാര്യം, കള്ളസ്നേഹം കാണിക്കുന്നവർക്ക് എപ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. സത്യത്തിൽ നമ്മുടെ മാതാപിതാക്കൾ മാത്രമേ നമ്മളിൽ ഒരു പ്രതീക്ഷയും വയ്ക്കാതെ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. മറ്റുള്ളവർ എന്തെങ്കിലും കാര്യം കാണാനായിരിക്കും നമ്മളെ സ്നേഹിക്കുന്നത്. എന്നാൽ എപ്പോഴും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് മാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ വിശ്വസിക്കരുത്. ഇക്കാര്യമൊന്ന് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. കള്ളസ്നേഹം കാണിക്കുന്നവർ നിങ്ങളെ എപ്പോഴും കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ ശീലങ്ങളെ മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ടും ഇരിക്കും. യഥാർത്ഥ പ്രണയിതാവിന് നിങ്ങളുടെ എല്ലാ ശീലങ്ങളും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ദുശീലമുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇത് എല്ലാ സ്നേഹബന്ധങ്ങളിലും വേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ കള്ളസ്നേഹം കാണിക്കുന്ന വ്യക്തി നിങ്ങളിൽ ഇല്ലാത്ത ശീലത്തെപ്പറ്റി എപ്പോഴും പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും നിങ്ങളെ കൺട്രോൾ ചെയ്യാനും നോക്കുകയാണെങ്കിൽ അത് തെറ്റായിരിക്കും. ഇവരെയും സൂക്ഷിക്കുക. നിങ്ങളുടെ പ്രണയിതാവിന് ഈ 5 കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത് നിർത്തി ദൂരെ നിന്ന് നോക്കുക. പതുക്കെ പതുക്കെ പൂർണ്ണമായും അകറ്റുക. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.